ഹലോ നമസ്കാരം, എല്ലാവർക്കും സൈലം ടീച്ചിങ് എക്സാംസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ HSA പരീക്ഷകളിൽ ഓരോന്നായിട്ട് വരാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഓരോരോ പരീക്ഷകളുടെ ഡേറ്റ് ഓൾറെഡി വന്നിട്ടുണ്ട്. നമുക്ക് കുറേ പേർക്ക് ഇപ്പോൾ ഭയങ്കരമായ ഒരു ടെൻഷൻ സമയമാണ്. അപ്പോൾ HSA പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മെയിൻ പേപ്പർ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് നമ്മുടെ പാർട്ട് എയിലുള്ള GK പോർഷൻ അല്ലേ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, കുറച്ചധികം സ്കോർ ചെയ്യാൻ പറ്റുന്ന, എന്നാൽ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡായിട്ട് ചോദ്യം ചോദിക്കുന്ന ഒരു ഭാഗം തന്നെയാണ് ഈ പാർട്ട് എ എന്ന് പറയുന്നത്. അതിനകത്ത് നല്ല രീതിയിൽ ചോദ്യം വരുന്നൊരു ഭാഗം തന്നെയാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത് അല്ലേ. അത്യാവശ്യം നല്ലൊരു ഭാഗം ചോദ്യം ഉണ്ടാവുക ഹിസ്റ്ററിയിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, അതായത് കഴിഞ്ഞ മുൻ പരീക്ഷകളായിട്ട് HSAക്ക് നടന്നിട്ടുള്ള മുൻ പരീക്ഷകളിൽ പാർട്ട് എയിൽ വന്നിട്ടുള്ള കുറച്ചധികം ഹിസ്റ്ററി ചോദ്യങ്ങളും ആ ഹിസ്റ്ററി ചോദ്യങ്ങളിൽ PSC സ്ഥിരമായി ചോദിക്കുന്ന അതേ ഭാഗത്തെ തന്നെ മറ്റു ചോദ്യങ്ങളെ കുറിച്ചുമുള്ള ഡിസ്കഷനാണ്. അത്യാവശ്യം ഈ ഒരു സെക്ഷൻ നിങ്ങൾ കണ്ടു തീരാറാവുമ്പോഴേക്കും നിങ്ങൾക്ക് അത്യാവശ്യം പ്രീവിയസ് ഇയർലി ഇത്തരം ഭാഗങ്ങളിൽ നിന്നും വന്നിട്ടുള്ള ചോദ്യങ്ങൾ ഒരു ധാരണ കിട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ചോദ്യങ്ങൾ കാണാം. ചോദ്യങ്ങൾക്കനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഉത്തരം ചെയ്ത് പോകാനായി ശ്രമിക്കാം. അതുമായി ബന്ധപ്പെട്ട കുറേയധികം കാര്യങ്ങൾ നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുമുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റ് ഒരു ചോദ്യം കാണിക്കുകയാണ്. ഇംഗ്ലീഷോ മലയാളമോ ചോദ്യം ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഞാൻ മലയാളത്തിൽ പറഞ്ഞുതരാം. ഇപ്പം മലയാളത്തിൽ എഴുതണം എന്നൊക്കെ വരുന്നവർക്ക് മലയാളത്തിൽ ഞാൻ ചോദ്യം പറഞ്ഞുതരാം. ഓക്കെ, ഇത് നമ്മളുടെ HSAക്ക് ചോദിച്ച പാർട്ട് എയിൽ ചോദിച്ചൊരു ചോദ്യമാണ്. പുതിയ പാറ്റേണിലുള്ള ഒരു ചോദ്യം തന്നെയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ന്യൂസ് പേപ്പർ ഈസ് ഓർ ആർ അസോസിയേറ്റഡ് വിത്ത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതൊക്കെ പത്രങ്ങൾ ഉണ്ട് എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് അല്ലെ. അതിനകത്ത് കേരള ദർപ്പണം, മലയാളി, മലയാള രാജ്യം, കേരളൻ എന്നിങ്ങനെ 4 പത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ 1 മാത്രം, 1ഉം 2ഉം, 1, 2, 3 എന്നിവ, 1, 2, 4 എന്നിവ എന്ന നിലയിലാണ് ഓപ്ഷൻസ് ഉള്ളത് അല്ലെ. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ഞാനപ്പോ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ പ്രീവിയസ് ഇയർ ചോദ്യം പരിശോധിച്ചു കഴിഞ്ഞപ്പോ നിങ്ങളും പരിശോധിച്ചിട്ടുണ്ടാവും. നമുക്ക് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്ന ഭാഗത്ത് നിന്നും കുറേയധികം ചോദ്യങ്ങൾ പല ചോദ്യ പേപ്പറുകളിലായിട്ട് കാണാൻ പറ്റും. അപ്പൊ അത് വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ സംബന്ധിച്ചിടത്തോളം. അപ്പൊ നമുക്ക് ഈ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്ന അധ്യായത്തെ കുറിച്ച് പഠിക്കുമ്പോൾ, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്ന് പറയുന്ന അധ്യായത്തിലേക്ക് പഠിക്കുമ്പോൾ നോക്കൂ, നമുക്ക് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. അതില് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഓർക്കാനായിട്ടുണ്ട്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ഓക്കെ, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ കുറിച്ചാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ കുറിച്ചാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോ PSCയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നമ്മുടെ ഈ ചോദ്യം സംബന്ധിച്ചിടത്തോളം കുറച്ച് റിലേറ്റഡ് ഫാക്ടർ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട്. അതായത് നമുക്കറിയാം, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ സംബന്ധിച്ചിടത്തോളം കേരളൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്, കേരളൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? നമ്മുടെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. കേരളൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന കൃതികൾ എഴുതിയിട്ടുള്ള ആളാണ് ആര്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നോക്കൂ, അതുപോലെ തന്നെ ശ്രദ്ധിക്കുക, കേരളൻ എന്ന തൂലികാനാമം പോലെ തന്നെ കേരളൻ എന്ന മാസിക ആരംഭിച്ചതും ആര് തന്നെയാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. കേരളൻ എന്ന മാസിക ആരംഭിച്ചതും സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള തന്നെയായിരുന്നു അല്ലെ. അപ്പോ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ കുറിച്ചുള്ള ചോദ്യങ്ങൾ PSC ഫോക്കസ്ഡ് ആയിട്ട് ചോദിക്കുന്നത് എപ്പോഴും ഈ അദ്ദേഹവുമായി ബന്ധപ്പെട്ട പത്രം അല്ലെങ്കിൽ പത്രപ്രവർത്തന രംഗം തന്നെയാണ് എപ്പോഴും വരുന്നത്. പത്രം അല്ലെങ്കിൽ പത്രപ്രവർത്തന രംഗമായിരിക്കും എപ്പോഴും സാധാരണയായി കണ്ടുവരുന്നത്. നിങ്ങൾ നേരത്തെ ചോദ്യങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ കുറേയധികം ചോദ്യങ്ങൾ നമുക്ക് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ സംബന്ധിച്ചിടത്തോളം പത്രപ്രവർത്തനം എന്ന രംഗത്ത് നിന്ന് തന്നെയാണ് എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുക അല്ലെ. അപ്പൊ നോക്കിയാൽ നമുക്കറിയാം, ഇദ്ദേഹം പത്രാധിപരായിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട പത്രങ്ങൾ എന്ന് പറയുന്നതിൽ ഒന്ന് കേരള ദർപ്പണമാണ്. അദ്ദേഹം പത്രാധിപരായിട്ടുണ്ടായിരുന്ന ഒരു പത്രമാണ് ഏത്? കേരള ദർപ്പണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മലയാളി എന്ന് പറയുന്ന പത്രം, മലയാളി എന്ന പത്രത്തിന്റെ പത്രാധിപരായിരുന്നു ആര്? നമ്മുടെ രാമകൃഷ്ണപിള്ള എന്ന് പറയുന്നത്. അതേപോലെ ശാരദ
എന്ന പത്രത്തിന്റെ പത്രാധിപരായിരുന്നു ആര്? നമ്മുടെ രാമകൃഷ്ണപിള്ള. അതേപോലെ തന്നെ വിദ്യാർത്ഥി എന്ന പത്രത്തിന്റെയും പത്രാധിപരായിരുന്നു ആര്? നമ്മുടെ രാമകൃഷ്ണപിള്ള. വിദ്യാർത്ഥി എന്ന പത്രത്തിന്റെയും പത്രാധിപരായിരുന്നു ആര്? രാമകൃഷ്ണപിള്ള. അപ്പൊ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പത്രാധിപരായിട്ടുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പത്രങ്ങളാണ് കേരള ദർപ്പണം, മലയാളി, ശാരദ, വിദ്യാർത്ഥി എന്നിവ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പത്രമാണ്. അതുപോലെ പത്രപ്രവർത്തനത്തിലേക്ക് തന്നെ വരാം. പത്രപ്രവർത്തനങ്ങളുടെ ബൈബിൾ, പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്ന് പറയുന്നത്, പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്ന് പറയുന്നത് എന്തിനെയാണെന്നറിയാമോ? ഇമ്പോർട്ടന്റും നല്ലൊരു ചോദ്യവുമാണ്. പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത് എന്തിനെയാണെന്നറിയാമോ? ശ്രദ്ധിച്ചു കേട്ടോളൂ. പത്രപ്രവർത്തനത്തിന്റെ ബൈബിൾ എന്ന് പറയുന്നത് വൃത്താന്ത പത്രപ്രവർത്തനം എന്ന ആരുടെ? രാമകൃഷ്ണപിള്ളയുടെ കൃതിയെയാണ് നമ്മൾ പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്ന് വിളിക്കുന്നത്. വൃത്താന്ത പത്രപ്രവർത്തനം എന്ന രാമകൃഷ്ണപിള്ളയുടെ കൃതിയെയാണ് നമ്മൾ പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി 1910 സെപ്റ്റംബർ 26, 1910 സെപ്റ്റംബർ 26 ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. എന്താണ്? തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ശ്രീമൂലം തിരുനാളിന്റെ കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിന് എന്ത് അനുഭവിക്കേണ്ടി വന്നു? നാടുകടത്തൽ. അല്ലെ? ഇദ്ദേഹത്തെ നാടുകടത്തി. അല്ലെ? അതായത് ഈ പറയുന്ന ഭരണകൂടത്തെ എതിർത്തുകൊണ്ടും നിശിതമായി വിമർശിച്ചുകൊണ്ടും നിരവധി ലേഖനങ്ങൾ തയ്യാറാക്കുന്ന ശക്തനായ ഒരു പത്രപ്രവർത്തകൻ ആയതുകൊണ്ട് തന്നെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ 1910 സെപ്റ്റംബർ 26 തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ശ്രീമൂലം തിരുനാളിന്റെ കാലഘട്ടത്തിൽ എങ്ങോട്ടേക്ക് നാടുകടത്തി? തിരുനെൽവേലിക്ക് നാടുകടത്തി വിട്ടു. തിരുനെൽവേലിക്ക് നാടുകടത്തപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആത്മകഥ എന്ന് പറയുന്നത്, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥ എന്ന് പറയുന്നത് എന്റെ നാടുകടത്തൽ എന്നതാണ്. എന്റെ നാടുകടത്തൽ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മകഥയായി പറയുന്നത്. എന്റെ നാടുകടത്തൽ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മകഥയായി പറയുന്നത്. ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്ന പോയിന്റ് ആണ്. അപ്പൊ ഇവിടുത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ പറ്റിയായിരുന്നു ചോദ്യം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട പത്രങ്ങൾ ഏതൊക്കെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ന്യൂസ് പേപ്പേഴ്സ് ഈസ് ഓർ ആർ അസോസിയേറ്റഡ് വിത്ത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുമായി ബന്ധമുള്ള പത്രം അല്ലെങ്കിൽ പത്രങ്ങൾ ഏതൊക്കെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയുണ്ട്? കേരള ദർപ്പണം, നമ്മളിപ്പോ പറഞ്ഞിരുന്നു. കേരള ദർപ്പണം ഉണ്ട്. മലയാളി ഉണ്ട്. മലയാള രാജ്യമുണ്ടോ? ഇല്ല. കേരളൻ എന്നതോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട എന്താണ്? അദ്ദേഹത്തിന്റെ ഒരു മാസികയായിട്ടാണ് നമ്മൾ കേരളനെ കാണുന്നത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട മാസികയാണ് കേരളൻ എന്ന് പറയുന്നത്. കേരളൻ എന്ന തൂലികാ നാമത്തിലായിരുന്നു അറിയപ്പെടുന്നത്. അപ്പൊ അദ്ദേഹവുമായി ബന്ധപ്പെട്ട പത്രങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയുണ്ട്? നമ്മളുടെ 1ഉം 2ഉമാണ് ശരി ഉത്തരം. 1ഉം 2ഉമാണ് ശരി ഉത്തരം. ഓക്കെ. പക്ഷെ കേരളൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ തൂലികാ നാമം പോലെ തന്നെ കേരളൻ എന്നൊരു മാസിക അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ന്യൂസ് പേപ്പർ എന്ന് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് 1, 2 എന്ന ശരി ഉത്തരത്തിലേക്ക് വരാം. 1, 2 എന്ന ആസ് PSC കോഡ് പ്രകാരം നമുക്ക് 1ഉം 2ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ. ദെൻ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്. കൺസിഡർ ദി ഫോളോയിങ് പേഴ്സ്. വില്ലുവണ്ടി അജിറ്റേഷൻ വെങ്ങാനൂർ, മിശ്രഭോജനം ചേറായി, അച്ചിപ്പുടവ സമരം പന്തളം, മുക്കുത്തി സമരം പതിയൂർ. Which of the following agitation is or are properly matched with the place in which it was launched? അതായത് മേളിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ അത് നടന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് ശരിയായ ജോഡികളെ കണ്ടെത്തൂ എന്നാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. മേളിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളും അതുമായി ബന്ധപ്പെട്ട സ്ഥലവുമായി ബന്ധപ്പെടുത്തി ശരിയായ ജോഡിയെ കണ്ടെത്തൂ എന്നതാണ് ചോദ്യം പറഞ്ഞിരിക്കുന്നത്. ഇതും HSAയുടെ പാർട്ട് എയിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതിൽ ഏതുത്തരത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും? വില്ലുവണ്ടി അജിറ്റേഷൻ, മിശ്രഭോജനം എന്നിവ. വില്ലുവണ്ടി അജിറ്റേഷൻ നടന്നത്, വില്ലുവണ്ടി സമരം നടന്നത് എവിടെ തന്നെയാണ്? വെങ്ങാനൂരിൽ നിന്ന് തന്നെയായിരുന്നു വില്ലുവണ്ടി അജിറ്റേഷൻ അല്ലെങ്കിൽ വില്ലുവണ്ടി സമരം ഉണ്ടായത്. അതുപോലെ മിശ്രഭോജനം നടപ്പിലാക്കപ്പെടുന്നതും എവിടെ തന്നെയാണ്? ചേറായിൽ തന്നെയാണ്. എന്നാൽ അച്ചിപ്പുടവ സമരവും മുക്കുത്തി സമരവും എന്നുള്ള 2 എന്താണ്? തെറ്റാണ്. ഇത് രണ്ടും തെറ്റാണ്.
അപ്പോ ഇവിടെ വില്ലുവണ്ടി സമരത്തെയും മിശ്രഭോജനത്തെ കുറിച്ചുമാണ് പറഞ്ഞിരിക്കുന്നത്. വില്ലുവണ്ടി സമരത്തെയും മിശ്രഭോജനത്തെ കുറിച്ചുമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അവിടെ ആരെ കുറിച്ചുള്ള കാര്യമാണ് അവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. വില്ലുവണ്ടി സമരം എടുത്താൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. വില്ലുവണ്ടി സമരത്തിൽ ഏറ്റവും പ്രധാനമായും നമുക്കറിയാം ഏത് നവോത്ഥാന നായകനുമായിട്ടാണ് വില്ലുവണ്ടി സമരം ബന്ധപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും അയ്യങ്കാളിയിൽ നിന്നുമുള്ള ചോദ്യമാണ്, അല്ലെ? അയ്യങ്കാളിയിൽ നിന്നുമുള്ള ചോദ്യമാണ്. നമുക്കറിയാം അയ്യങ്കാളിയിൽ നിന്നുമുള്ള ചോദ്യമാണ്. പുലയ സമുദായത്തിൽ നിന്നും നവോത്ഥാന മൂല്യങ്ങളുടെ വലിയ രീതിയിലുള്ള സംഭാവനകൾ ചെയ്തിട്ടുണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നവോത്ഥാന നായകനായിരുന്നു ആര്? അയ്യങ്കാളി എന്ന് പറയുന്നത്. അപ്പോ 1893 വെങ്ങാനൂർ മുതൽ തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ മുതൽ കവടിയാർ വരെയായിരുന്നു ഏത്? അദ്ദേഹത്തിന്റെ വില്ലുവണ്ടി യാത്ര നടക്കുന്നത്. ഓക്കെ, എന്നായിരുന്നു 1893 വെങ്ങാനൂർ മുതൽ കവടിയാർ വരെയായിരുന്നു എന്ന് ഈ പറയുന്ന വില്ലുവണ്ടി യാത്ര സംഘടിപ്പിക്കപ്പെട്ടത്. 1893 വെങ്ങാനൂർ മുതൽ കവടിയാർ വരെയായിരുന്നു എന്ത്? ഈ പറയുന്ന വില്ലുവണ്ടി യാത്ര സംഘടിപ്പിക്കപ്പെട്ടത് എന്നോർത്തിരിക്കുക. അപ്പൊ നമുക്കറിയാം ഇത് ശരിക്കും കേരള നവോത്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവർണരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി, അല്ലെ? അവർണരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടന്നൊരു ഇൻസിഡന്റ് തന്നെയാണ്. സഞ്ചാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇൻസിഡന്റ് തന്നെയായിരുന്നു ഇത് ഈ പറയുന്ന വില്ലുവണ്ടി യാത്ര എന്ന് പറയുന്നത്. ഇനി ഇത്തരം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ പിൽക്കാലത്ത് അദ്ദേഹം ഒരു സംഘടന രൂപീകരിച്ചു. 1907 സാധുജന പരിപാലന സംഘം, അല്ലെ? സാധുജന പരിപാലന സംഘം സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, സാധുജന പരിപാലന സംഘം 1907 സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ആരാ സ്ഥാപിച്ചേ? അയ്യങ്കാളി തന്നെയാണ് സ്ഥാപിച്ചത്. പക്ഷേ ഇത് 1938 എത്തുമ്പോ ഇതിന്റെ പേര് മാറി. എന്തായി? ഇതിന്റെ പേര് പുലയ മഹാസഭ എന്നായി. കേരള പുലയ മഹാസഭയല്ല, പുലയ മഹാസഭ എന്ന പേര് സ്വീകരിച്ചു. 1938 പുലയ മഹാസഭ എന്ന പേര്. അപ്പൊ 1907 സാധുജന പരിപാലന സംഘം ആരംഭിക്കുന്നത്? അയ്യങ്കാളി ആരംഭിച്ചത് എന്നത് നമുക്ക് ഓർത്തിരിക്കാവുന്നതാണ്. അപ്പൊ അയ്യങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇത്. ഇനി ഇതിന്റെ ഒരു മുഖപത്രമുണ്ട്. ഓക്കെ, ഇതിന്റെ ഒരു മുഖപത്രമുണ്ട്. അതിന്റെ പേരാണ് സാധുജന പരിപാലിനി. ഓക്കെ, സാധുജന പരിപാലിനി എന്ന് പറയുന്നത് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട മുഖപത്രമാണ്. സാധുജന പരിപാലിനി എന്ന് പറയുന്നത് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട മുഖപത്രമായിരുന്നു. ഇതിന്റെ പത്രാധിപരായിരുന്നത്, ഈ സാധുജന പരിപാലിനിയുടെ പത്രാധിപരായിരുന്ന വ്യക്തിയാണ് ആര്? ചെമ്പന്തറ കാളിച്ചോതി കറുപ്പൻ. ചെമ്പന്തറ കാളിച്ചോതി കറുപ്പൻ എന്നത് ഏത്? സാധുജന പരിപാലിനി എന്ന് പറയുന്ന മുഖപത്രത്തിന്റെ പ്രധാന പത്രാധിപരായിരുന്ന വ്യക്തിയാണ് ആര്? ചെമ്പന്തറ കാളിച്ചോതി കറുപ്പനായിരുന്നു ഇതിന്റെ പത്രാധിപരായെന്ന് പറയുന്നത്. അതായത് ഈ സാധുജന പരിപാലന സംഘം എന്ന് പറയുന്ന ഈ ഒരു പത്രം, സാധുജന പരിപാലന സംഘം എന്ന് പറയുന്ന ഈ ഒരു പത്രം ഇന്ത്യയിലെ ആദ്യ ദളിത് പത്രമായി കണക്കാക്കപ്പെടുന്നു. ഇന്ത്യയിലെ ആദ്യ ദളിത് പത്രമായി കണക്കാക്കപ്പെടുന്നു. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രമായി കണക്കാക്കപ്പെടുന്നത് സാധുജന പരിപാലിനിയാണ്. ഓക്കെ, സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമായ സാധുജന പരിപാലിനിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രമായി കണക്കാക്കപ്പെടുന്നത്. ഇത് എവിടെ നിന്നുമാ പബ്ലിഷ് ചെയ്തിരുന്നത്? ചങ്ങനാശ്ശേരിയിൽ നിന്നുമാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, ചങ്ങനാശ്ശേരിയിൽ നിന്നുമാണ് ഇത് പബ്ലിഷ് ചെയ്തത്. ചങ്ങനാശ്ശേരിയിലെ സുദർശന പ്രസ്. ഓക്കെ, സുദർശന പ്രസ്, ചങ്ങനാശ്ശേരിയിലെ സുദർശന പ്രസിൽ നിന്നുമായിരുന്നു ഈ പറയുന്ന സാധുജന പരിപാലിനി എന്ന് പറയുന്ന മുഖപത്രം പുറത്തിറക്കിക്കൊണ്ടിരുന്നത്. ഓക്കെ, ഇമ്പോർട്ടന്റ് പോയിന്റ് ആട്ടോ, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള പോയിന്റ് ആണ്, അതുകൊണ്ടാണ് അത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നത്. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് മിശ്രഭോജനത്തെ കുറിച്ചാണ്. തീർച്ചയായും അതിനെക്കുറിച്ചും നമുക്കറിയണം, മിശ്രഭോജനത്തെ കുറിച്ചും നമുക്കറിയണം. നമ്മൾ നന്നായി പഠിക്കേണ്ട ഒരു പോയിന്റ് ആണ്, കുറെ കൺഫ്യൂഷൻ വരുന്ന ഒരു പോയിന്റ് ആണ് മിശ്രഭോജനം എന്നുള്ളത്, അല്ലെ? അപ്പൊ തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകനെ നിങ്ങൾ ഏത് ഉറക്കപ്പായി ചോദിച്ചാലും പറയും സഹോദരൻ അയ്യപ്പൻ തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ എന്ന് പറയുന്നത് സഹോദരൻ അയ്യപ്പനാണ്, അല്ലെ? സഹോദരൻ അയ്യപ്പനാണ്. 1917 ഇത്
നടപ്പിലാക്കുന്നത്. 1917 സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ എവിടെ വെച്ച്? ചേറായിൽ വെച്ച്, അല്ലെ? എവിടെ വെച്ച്? ചേറായിൽ വെച്ചാണ് ഇത് നടപ്പിലാക്കിയത്, ചേറായിൽ വെച്ച്. ഇനി ഈ PSCക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു നവോത്ഥാന നായകനാണ് ഈ സഹോദരൻ അയ്യപ്പൻ. ഒരുപാട് ചോദ്യങ്ങൾ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും അധികം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ കുറെ കാലങ്ങളായിട്ട് നിരന്തരമായി ചോദ്യപേപ്പറുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്താം. എല്ലാത്തിന്റെ ഉത്തരം സഹോദരൻ അയ്യപ്പനാണ്. അതിൽ ഒന്നാമത്തത് നമ്മളിപ്പോ പഠിച്ചു. മിശ്രഭോജനം നടപ്പിലാക്കിയ നവോത്ഥാന നായകൻ. ഇഷ്ടംപോലെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ധാരാളം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതാരാണ്? സഹോദരൻ അയ്യപ്പനാണ്. അതേപോലെ തന്നെ സഹോദരൻ എന്ന മാസികയുടെ പത്രാധിപർ ആരാണ്? സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ എന്ന മാസികയുടെ പത്രാധിപരായിരുന്നത് സഹോദരൻ അയ്യപ്പനാണ്. അതുപോലെ നോക്കിയേ, അത് ചോദിച്ചില്ലെങ്കിലും യുക്തിവാദി എന്ന പ്രസിദ്ധീകരണം, യുക്തിവാദി എന്ന പ്രസിദ്ധീകരണം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. യുക്തിവാദി എന്ന പ്രസിദ്ധീകരണം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി നോക്കൂ, തിരുക്കൊച്ചി മന്ത്രിസഭയിൽ അംഗമായിരുന്ന നവോത്ഥാന നായകൻ. തിരുക്കൊച്ചി മന്ത്രിസഭയിൽ അംഗമായിരുന്ന നവോത്ഥാന നായകൻ എന്ന് പറഞ്ഞാൽ അതും സഹോദരൻ അയ്യപ്പനാണ്. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസ്താവനയുമായി വളരെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രസ്താവന നമ്മുടെ സഹോദരൻ അയ്യപ്പനും നടത്തിയിട്ടുണ്ട്. എന്ത്? ജാതി വേണ്ട, മതം വേണ്ട, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് പ്രസ്താവിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ, ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. അതേപോലെ സഹോദരൻ അയ്യപ്പൻ പ്രസ്താവിച്ച ഒന്നാണ് ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ ആരാന്ന് ചോദിച്ചാൽ അത് ആരാണ്? നമ്മുടെ സഹോദരൻ അയ്യപ്പനാണ്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പന്റെ വളരെ പ്രസിദ്ധമായതാണ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചോണ്ടാട്ടോ ഇത് പോയിന്റായിട്ട് ഞാൻ വീണ്ടും എടുത്ത് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇനി നോക്കിയേ, സഹോദരൻ അയ്യപ്പൻ രൂപം നൽകിയ ഒരു സാംസ്കാരിക സംഘടനയുണ്ട്. അദ്ദേഹം രൂപം നൽകിയ ഒരു സാംസ്കാരിക സംഘടനയാണ് വിദ്യാഭൂഷണി. ഓക്കെ, വിദ്യാഭൂഷണി. അദ്ദേഹം നേതൃത്വം നൽകിയ ഒരു സാംസ്കാരിക സംഘടനയാണ് ഏത്? വിദ്യാഭൂഷണി എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സാംസ്കാരിക സംഘടനയായിരുന്നു ഏത്? വിദ്യാഭൂഷണി. ചോദിച്ചിട്ടുണ്ട്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് വിദ്യാഭൂഷണി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ മിശ്രഭോജനം പ്രോത്സാഹിപ്പിച്ച സംഘടന ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏത് പറയും? ഓക്കെ, മിശ്രഭോജനം പ്രോത്സാഹിപ്പിച്ച സംഘടന എന്ന നിലയിൽ ചോദിച്ചാൽ നിങ്ങൾ ഏത് പറയും? അത് നമ്മുടെ സഹോദര സംഘമാണ് കേട്ടോ. സഹോദര സംഘമാണ് മിശ്രഭോജനം പ്രോത്സാഹിപ്പിച്ച സംഘടന. സഹോദര സംഘമാണ് കേട്ടോ. സഹോദര സംഘമാണ് മിശ്രഭോജനം പ്രോത്സാഹിപ്പിച്ച സംഘടന എന്ന് പറയുന്നത് സഹോദര സംഘമാണ്. ഓക്കെ, ഇനി മട്ടാഞ്ചേരിയിൽ നിന്നുമാണ് ഈ സഹോദരൻ എന്ന് പറയുന്ന പ്രസിദ്ധീകരണം അദ്ദേഹം പുറത്തിറങ്ങിയത്. മട്ടാഞ്ചേരിയിൽ നിന്നുമാണ്. ഓക്കെ, എറണാകുളം ജില്ലയുമായിട്ട് ബന്ധപ്പെട്ട അത്യാവശ്യം പോയിന്റുകളൊക്കെ നമുക്ക് സഹോദരൻ അയ്യപ്പനിൽ നിന്ന് കിട്ടും. അപ്പോൾ മട്ടാഞ്ചേരിയിൽ നിന്നുമാണ് അദ്ദേഹം സഹോദരൻ എന്ന് പറയുന്ന പ്രസിദ്ധീകരണം പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നത്. സഹോദരൻ എന്ന പ്രസിദ്ധീകരണം മട്ടാഞ്ചേരിയിൽ നിന്നും ചെയ്തു. ഇനി നോക്കിയേ, ശ്രീനാരായണ സേവികാ സമാജം. ഓക്കെ, ശ്രീനാരായണ സേവികാ സമാജം എന്ന് പറയുന്നത് ആര് സ്ഥാപിച്ചതാണ്? സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ടതാണ്. ശ്രീനാരായണ സേവികാ സമാജം എന്ന് പറയുന്നത് ആരുമായി ബന്ധപ്പെട്ടതാണ്? സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ടതാണ്. ശ്രീനാരായണ സേവികാ സമാജം എന്ന് പറയുന്നത് സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ടതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, മറന്നു പോകാൻ പാടില്ല, നന്നായി ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇവിടുത്തെ നമ്മുടെ ഉത്തരം 1ഉം 2ഉം ശരിയാണ് അല്ലെ. കൺസിഡർ ദി ഫോളോയിങ് എന്നിട്ട് നമ്മൾ എന്താ ചോദിച്ചിരിക്കുന്നത്? പ്രോപ്പർലി മാച്ച്ഡ് എന്ന് തന്നെയാണ്, ശരിയായ ജോഡി ഏത് എന്ന് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം സി ആണ്. 1ഉം 2ഉം മാത്രമാണ്. 1ഉം 2ഉം മാത്രമാണ് ശരിയായ ഉത്തരം. പ്രോപ്പർലി മാച്ച്ഡ് എന്ന് പറയുന്നത് 1ഉം 2ഉം മാത്രമാണ്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, വിച്ച് ഓഫ് ദ
ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് വാഗ്ബടാനന്ദ. വാഗ്ബടാനന്ദനുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, വാഗ്ബടാനന്ദനുമായി ബന്ധപ്പെട്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ശരിയല്ലാത്ത പ്രസ്താവനയാണ്. ഈസ് നോട്ട് കറക്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് വയലേരി കുഞ്ഞിക്കണ്ണൻ എന്ന് എഴുതിയിട്ടുണ്ട്. അദ്ദേഹമാണ് ആത്മബോധോദയ സംഘം സ്ഥാപിച്ചതെന്ന് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ശിഷ്യനായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ആരംഭിച്ച ഒരു മാസികയാണ് അഭിനവ കേരളം എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് 4 സ്റ്റേറ്റ്മെന്റ് മലയാളത്തിൽ. ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലായതുകൊണ്ട് ഞാൻ മലയാളത്തിൽ കൂടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരാണ് വയലേരി കുഞ്ഞിക്കണ്ണൻ. അദ്ദേഹമാണ് ആത്മബോധോദയ സംഘം സ്ഥാപിച്ചതെന്ന് പറയുന്നു. അദ്ദേഹം ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ശിഷ്യനായിരുന്നു എന്ന് പറയുന്നു. അദ്ദേഹം ആരംഭിച്ച ജേർണലാണെന്ത്? അഭിനവ കേരളം എന്ന് പറയുന്നത്. അദ്ദേഹം ആരംഭിച്ച ജേർണലാണെന്ത്? അഭിനവ കേരളം എന്ന് പറയുന്നത്. ഉത്തരം പറയാമോ? നല്ല ചോദ്യം, നല്ല ചോദ്യം, നല്ല കൺഫ്യൂഷൻ ആകുന്ന ചോദ്യം. തെറ്റിച്ച് കളയരുത്. പറയാമോ? ഏതാ ഇതിനകത്ത്? അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത് വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നുള്ളത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. എല്ലാവർക്കും അറിയാം അല്ലെ? ഈ പറയുന്ന വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നത് തന്നെയാണ് നമ്മൾ ഈ പറയുന്ന വാഗ്ബടാനന്ദനായി മാറുന്നത്. ഇനി അദ്ദേഹത്തിന് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ശിഷ്യൻ എന്നതും ഉറപ്പിക്കാം. കാര്യം ഈ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ഈ വാഗ്ബടാനന്ദ എന്ന് പറയുന്ന ഒരു നാമം സംഭാവന ചെയ്തത്. അദ്ദേഹത്തിന്റെ ശിഷ്യൻ തന്നെയാണ് ഈ പറയുന്ന വാഗ്ബടാനന്ദൻ. നോക്കൂ, അദ്ദേഹം ആരംഭിച്ച ഒരു ജേർണൽ ആയിരുന്നു അഭിനവ കേരളം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് മൂന്നും ശരിക്കും ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതുമാണ്. PSC പരീക്ഷയ്ക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു നവോത്ഥാന നായകനുമാണ് ഈ പറയുന്ന വാഗ്ബടാനന്ദൻ. ഇനി അദ്ദേഹം സ്ഥാപിച്ചതാണോ ഈ ആത്മബോധോദയ സംഘം എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ പറഞ്ഞിരിക്കുന്ന സംഘടനയുടെ പേരാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന സംഘടനയുടെ പേര് ആത്മബോധോദയ സംഘം എന്നാണ്. ആത്മബോധോദയ സംഘം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് അല്ലെ? ഈ ആത്മബോധോദയ സംഘം സ്ഥാപിക്കുന്നത് 1932 ആത്മബോധോദയ സംഘം സ്ഥാപിക്കുന്നത് 1932 ആരുടെ കാലഘട്ടത്തിലാണെന്നറിയാമോ? ഈ ആത്മബോധോദയ സംഘം എന്ന് പറയുന്ന സംഘടന സ്ഥാപിച്ചത് ശുഭാനന്ദ ഗുരുദേവനാണ്. ശുഭാനന്ദ ഗുരുദേവനാണ് ആത്മബോധോദയ സംഘം സ്ഥാപിച്ചത്. ശുഭാനന്ദ ഗുരുദേവനാണ് ആത്മബോധോദയ സംഘം സ്ഥാപിച്ചത്. അവിടെ എന്തുകൊണ്ടാണ് നമുക്ക് അവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ PSC തന്നതെന്ന് ചോദിച്ചാൽ, ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ബടാനന്ദനാണ്. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ബടാനന്ദനാണ്. ഇവിടെയോ ആത്മബോധോദയ സംഘം എന്നതാണ് വന്നത്. അപ്പോ ഈ ചോദ്യത്തിന്റെ ഒരു പ്രധാന പ്രശ്നം കിടക്കുന്ന എവിടാന്ന് ചോദിച്ചാല്, വയലേരി കുഞ്ഞിക്കണ്ണൻ അത്യാവശ്യം എല്ലാവരും നന്നായിട്ട് പറയുന്ന പോയിന്റാണ് വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നുള്ളത്, ഒരു സംശയവും വേണ്ട. അതുപോലെ തന്നെ ബ്രഹ്മാനന്ദ ശിവയോഗിയുമായിട്ട്, അതായത് വാഗ്ബടാനന്ദൻ ആ പേര് നൽകുന്നത് തന്നെ ഈ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാൾ തന്നെയായിരുന്നു ഈ വാഗ്ബടാനന്ദൻ എന്ന് പറയുന്നത്. അദ്ദേഹം ആരംഭിച്ച അല്ലെങ്കിൽ ആത്മവിദ്യാ സംഘവുമായി ബന്ധപ്പെട്ട 1921 അദ്ദേഹം ആരംഭിച്ച അതിന്റെ മുഖപത്രമായിരുന്നു അഭിനവ കേരളം എന്ന് പറയുന്നത്. ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രമാണ് 1921 ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രമായി ആരംഭിച്ച മാസികയായിരുന്നു ഈ അഭിനവ കേരളം എന്ന് പറയുന്നത്. ഈ പോയിന്റ് ഒക്കെ സാധാരണഗതിയിൽ എപ്പോഴും ചോദിക്കുകയും പ്രീവിയസ് ഇയർലി ഒരുപാട് തവണ ചോദിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് മൂന്നും, പക്ഷേ ഇത് മൂന്നും കാണുമ്പോൾ ഇതിനകത്തൊരു പ്രശ്നം, നമ്മുടെ ഓപ്ഷൻ ഡിയിലേക്ക് പോയാൽ ഓൾ ദ എബോ കിടക്കുന്നുണ്ട്. ഈ ആത്മബോധോദയ സംഘവും ആത്മവിദ്യാ സംഘവും തമ്മിൽ ചാടിക്കേറി എഴുതുമ്പോൾ തെറ്റും. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ പറയുകയും വേണ്ട. ആത്മാ എന്ന് കാണുന്നതിന് മുമ്പേ ആത്മാവിൽ നിന്ന് ഉത്തരം നമ്മൾ തന്നെ അങ്ങ് മെനഞ്ഞെടുക്കും. ആത്മാവിൽ നിന്ന് നമ്മൾ തന്നെ ആത്മമതി, ബാക്കി നമ്മൾ ഫില്ല് ചെയ്തോളും. ചെയ്യരുത്. ശ്രദ്ധിച്ച് വായിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? ഉത്തരം എഴുതാൻ. ആത്മബോധോദയ സംഘം എന്ന് പറയുന്നത് ആര്? ആത്മവിദ്യാ സംഘം എന്നത് പറയുന്നത് ആര് എന്നുള്ളത് ഉറപ്പായും ഓർത്തിരിക്കേണ്ട പോയിന്റ് ആണ്. മറന്നു പോകുമോ? മറന്നു പോകരുത്. അപ്പൊ അവിടെ ഇവിടുത്തെ ചോദ്യപ്രകാരം ഇവിടത്തെ നമ്മുടെ ശരിയായത് ഇവിടെ ചോദിക്കുന്നത് നോട്ട് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? അപ്പൊ ഇവിടെ നോട്ട് കറക്റ്റ് എന്നുള്ളത് നമ്മുടെ ഓപ്ഷൻ ബി തന്നെയാണ്. എന്ത്? ആത്മബോധോദയ സംഘം എന്നത് ആര് സ്ഥാപിച്ചതല്ല,
വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ചതല്ല. അത് സ്ഥാപിച്ചത് ശുഭാനന്ദ ഗുരുദേവനാണ്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന ശ്രീനാരായണ ഗുരുവിന്റെ വചനങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായിട്ട് 1932 ശുഭാനന്ദ ഗുരുദേവൻ സ്ഥാപിച്ച ഒരു പ്രസ്ഥാനമായിരുന്നു ആത്മബോധോദയ സംഘം എന്നുള്ളത്. അതിനെന്തുമായിട്ടില്ല, അതിന്റെ ആസ്ഥാനം തന്നെ ചെറുകോൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ചെറുകോലിലാണ് ആത്മബോധോദയ സംഘത്തിന്റെ ആസ്ഥാനം വരുന്നത്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന ശ്രീനാരായണ ഗുരുവിന്റെ വളരെ പ്രധാനപ്പെട്ട ദാർശനിക മൂല്യം പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു സംഘടന കൂടിയാണ് ആത്മബോധോദയ സംഘം. അത് സ്ഥാപിച്ചത് ശുഭാനന്ദ ഗുരുദേവനായിരുന്നു എന്നത് വളരെ പ്രസക്തമായ പോയിന്റുകളിൽ ഒന്നാണ്. ഓക്കെ, അപ്പൊ ഇവിടെ വാഗ്ഭടാനന്ദനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആ പേര് നൽകുന്നത് അദ്ദേഹത്തിന്റെ ഗുരു തന്നെയായിരുന്ന ബ്രഹ്മാനന്ദ ശിവയോഗി ആയിരുന്നു, അല്ലെ? അതേപോലെ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്, ബാലഗുരു എന്നറിയപ്പെടുന്നത് ആരാണ്? നമ്മളുടെ വാഗ്ഭടാനന്ദനാണ്, അല്ലെ? കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ച നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ, കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ച നവോത്ഥാന നായകൻ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. കണ്ണൂർ ജില്ലയിലെ പാട്യം ജനിച്ച നവോത്ഥാന നായകൻ ആര് എന്നത് ചോദിച്ചിട്ടുണ്ട്. അതാരായിരുന്നു? അത് നമ്മളുടെ വാഗ്ഭടാനന്ദനായിരുന്നു എന്നോർക്കുക. അദ്ദേഹം സ്ഥാപിക്കുന്ന സംഘടന ആത്മവിദ്യാ സംഘമാണ്. മറന്നു പോകുമോ? ഓക്കെ, ഇതിന്റെ മുഖപത്രമായിരുന്നു എന്ത്? അഭിനവ കേരളം. ഓക്കെ, അഭിനവ കേരളം എന്ന് പറയുന്നത് ഇതിന്റെ മുഖപത്രമായിരുന്നു. അഭിനവ കേരളം എന്നത് ഇതിന്റെ മുഖപത്രം. 1921 സ്ഥാപിച്ച അഭിനവ കേരളമായിരുന്നു അതിന്റെ മുഖപത്രമായി നമ്മൾ പറയുന്നത്, തെറ്റിക്കരുത്. അപ്പോ ആത്മബോധോദയ സംഘം ശുഭാനന്ദ ഗുരുദേവനാണെന്നുണ്ടെങ്കിൽ ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദനായിരുന്നു എന്ന് ഓർത്തിരിക്കുക. ഇനി ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമുണ്ട്. അത് തത്വപ്രകാശികയാണ്. ഓക്കെ, കോഴിക്കോട് ജില്ലയിലെ കാരപ്പറമ്പിൽ നമ്മളുടെ വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ച ഒരു സംസ്കൃത പഠന കേന്ദ്രമാണ് തത്വപ്രകാശിക എന്ന് പറയുന്നത്. കോഴിക്കോട് കാരപ്പറമ്പിൽ അദ്ദേഹം സ്ഥാപിച്ച ഒരു സംസ്കൃത പഠന കേന്ദ്രമായിരുന്നു ഏത്? തത്വപ്രകാശിക എന്ന് പറയുന്നത്. ഇനി മിശ്രഭോജനത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. മിശ്രഭോജനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ കൃത്യമായ ഒരു ഉത്തരം നമുക്ക് ഉണ്ടായിരുന്നു. മിശ്രഭോജനത്തിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു സംശയത്തിന്റെ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അത് സഹോദരൻ അയ്യപ്പനാണ്. ഇവിടെ പറഞ്ഞത് ആരെയാണ്? വാഗ്ഭടാനന്ദനെയാണ്. നമുക്ക് ഈ ചരിത്ര കാര്യങ്ങൾ പഠിക്കുമ്പോൾ ചില ആൾക്കാരുടെ പേര് തമ്മിൽ സാമ്യമൊന്നും ഉണ്ടാവില്ല, പക്ഷെ നമ്മുടെ തലയിൽ ഭയങ്കര കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ ഇന്ത്യൻ ചരിത്രത്തിലേക്ക് പോവുകയാണ്. ലാലാ ലജ്പത് റായ് നമുക്കറിയുന്ന നേതാവാണ്. അദ്ദേഹത്തിന്റെ നീക്കങ്ങളെല്ലാം നമ്മൾ സെപ്പറേറ്റ് ചോദിച്ചാൽ നമ്മൾ പറയും. പക്ഷെ ലാലാ ലജ്പത് റായിയോടൊപ്പം ഓപ്ഷനിൽ കയറി നമ്മുടെ ദാദാഭായ് നവറോജി ഒന്ന് കടന്നുപോയാൽ പണി പാളി. കാര്യം ഈ പേര് തമ്മിലോ അക്ഷരങ്ങൾ തമ്മിലോ ഒരു ബന്ധവുമില്ല. പക്ഷെ എന്നാൽ പോലും ലാലാ ലജ്പത് റായിയും ദാദാഭായ് നവറോജിയും പലപ്പോഴും നമ്മുടെ തലച്ചോറ് നമ്മളെ തെറ്റിക്കുന്ന ഒരു പോയിന്റാണ്. അതിനകത്തൊരു ഉദാഹരണം, ലാലാ ലജ്പത് റായി ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തമായ സുരക്ഷാ വാൽവ് സിദ്ധാന്തം അഥവാ സേഫ്റ്റി വാൽവ് തിയറി പ്രപ്പോസ് ചെയ്തത്. അത് ലാലാ ലജ്പത് റായിയാണ്. പക്ഷെ അതേ സ്ഥാനത്ത് അത് അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ഒരു സംശയവും വരില്ല. അതേപോലെ തന്നെ എന്താണ് ചോർച്ചാ സിദ്ധാന്തം ദാദാഭായ് നവറോജിയാണ്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ചോദിച്ചറിയാം. പക്ഷേ എത്രയോ പേര് ഈ പറയുന്ന സുരക്ഷാ വാൽവ് സിദ്ധാന്തം എന്ന് പറഞ്ഞ് ദാദാഭായ് നവറോജിയിൽ ചാടിപ്പോവും. അത് നിങ്ങൾക്ക് അറിയാനായിട്ടല്ല, നമുക്ക് കൺഫ്യൂഷൻ. ഇതുപോലെ ഞാൻ വേറൊരാളെ പറയാം. ഗോപാലകൃഷ്ണ ഗോഖലെയും ബാലഗംഗാധര തിലകനും. എപ്പോഴും നമുക്ക് ചരിത്രം പഠിക്കുന്നവർക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. ഗോപാലകൃഷ്ണ ഗോഖല, ബാലഗംഗാധര തിലകൻ. ഒരാൾ മിതവാദിയും ഒരാൾ തീവ്ര ദേശീയ നേതാവുമായിട്ടുള്ള ആളാണ്. ഒരാൾ മിതവാദി നേതാവുമാണ്, ഒരാൾ തീവ്ര ദേശീയ നേതാവുമാണ്. പക്ഷെ ഈ പേരുകൾ തമ്മിൽ നമുക്ക് അതുപോലെ പ്രശ്നം ഉണ്ടാക്കുന്ന രണ്ടു പേരാണ് ഈ സഹോദരൻ അയ്യപ്പനും വാഗ്ഭടാനന്ദനും. ഈ സഹോദരൻ അയ്യപ്പനാണ് മിശ്രഭോജനം നടപ്പിലാക്കിയത് നമുക്കറിയാം. ഇപ്പൊ അത് നമ്മൾ പഠിച്ചതുകൊണ്ടും അല്ലെങ്കിൽ നമുക്കൊക്കെ അറിയാം, മിശ്രഭോജനം എന്ന് പറയുന്നത് സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്നാൽ 1927 പ്രീതി ഭോജനം നടപ്പിലാക്കിയത് ആരാന്ന് ചോദിച്ചാൽ, 1927 പ്രീതി ഭോജനം നടപ്പിലാക്കിയത് ആര് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം തെറ്റിപ്പോകണ്ട, വാഗ്ഭടാനന്ദനാണ്. ഓക്കെ, വാഗ്ഭടാനന്ദനാണ്. പ്രീതി ഭോജനം നടപ്പിലാക്കിയത് എന്ന് പറയുന്നത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. തെറ്റിക്കരുത്.
ഇത് തമ്മിൽ നമുക്ക് എപ്പോഴും തെറ്റിപ്പോകുന്ന ഒരു പോയിന്റ് ആണ്. ഓക്കെ, അതുപോലെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ് നമ്മുടെ ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം. കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം അല്ലെ, പരസ്പര സഹായ സംഘം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെ, ലേബർ കോൺട്രാക്ടേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ULCCs അല്ലെ. ഇതിന്റെ പ്രധാന സ്ഥാപകൻ എന്ന നിലയിൽ നമ്മൾ കേൾക്കുന്ന ഒരാള് ആര് തന്നെയാണ്, നമ്മളുടെ വാഗ്ഭടാനന്ദനെ തന്നെയാണ്. ഇവിടെ കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട നവോത്ഥാന നായകൻ എന്ന് പറയുന്നത് ആര് തന്നെയാണ്, വാഗ്ഭടാനന്ദനായിരുന്നു എന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് ഇവിടെ തെറ്റായത് ആണ് ചോദിച്ചിരിക്കുന്നത്. ആർ നോട്ട് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോട്ട് കറക്റ്റിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ ഇവിടെ, 2 only. 2 മാത്രമേ തെറ്റുള്ളൂ. ബാക്കി 3 എന്താണ്, വാഗ്ഭടാനന്ദനെ സംബന്ധിച്ചിടത്തോളം ശരിയായ ഉത്തരമാണ്. ശരിയായ ഉത്തരമാണ് അത് നമുക്ക് കേൾക്കുന്നത്. ഓക്കെ, എന്നാൽ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹ ഈസ് എ മൂവ്മെന്റ് ടു പ്യൂരിഫൈ കാസ്റ്റ് ബൈ riddling it of its most pernicious result. Who said this? വൈക്ക സത്യാഗ്രഹം എന്ന് പറയുന്നത് തന്നെ നമ്മളുടെ മനസ്സിലേക്ക് അപ്പൊ തന്നെ ചാടി കീടി ഓടി എത്തിക്കോണം. എന്തിനെ? ഐത്തോച്ചാടനം എന്നത്. ഓക്കെ, എന്ത് ഓടിച്ചാടി എത്തിക്കോണം? ഐത്തോച്ചാടനം അഥവാ അൺടച്ചബിലിറ്റി എന്നത് നമ്മുടെ മനസ്സിലേക്ക് അപ്പൊ തന്നെ വന്നോണം. വൈക്ക സത്യാഗ്രഹം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഐത്തോച്ചാടനം എന്നത് തന്നെ അപ്പൊ തന്നെ മനസ്സിൽ കയറി വരണം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാന കാലഘട്ടവുമായി ബന്ധപ്പെട്ട ഐത്തോച്ചാടനം പ്രധാന സമര പരിപാടികളിലെ വളരെ മൂല്യമുള്ള പ്രവർത്തന പരിപാടിയായി ഏകോപിപ്പിച്ച് പ്രവർത്തിപ്പിച്ച വളരെ മഹാനായ ഇന്ത്യയിലെ ഒരു ദേശീയ നേതാവ് എന്ന് പറയുന്നത് തന്നെ ആര് തന്നെയാണ്? മഹാത്മാഗാന്ധിയാണ്. വളരെ പ്രധാനമാണത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിസ്സഹകരണ പ്രസ്ഥാന കാലഘട്ടം മുതൽ തന്നെ നമ്മൾ നോക്കിയാൽ ഐത്തോച്ചാടനം അദ്ദേഹത്തിന്റെ പ്രവർത്തന ഇനങ്ങളിൽ മുഖ്യ ഇനമായി നമുക്ക് കാണാനായി സാധിക്കും. ഗാന്ധിജിയുടെ ഹരിജന ഉന്നമന പ്രവർത്തനങ്ങളും അത്തരം രീതിയിലുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇവിടുത്തെ ഉത്തരം വൈക്ക സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ഇങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞിട്ടുള്ളത് ആരാണ്? നമ്മളുടെ മഹാത്മാഗാന്ധിയാണ്. ആരാ പറഞ്ഞിട്ടുള്ളത്? മഹാത്മാഗാന്ധിയാണ് ഇങ്ങനെ ഒരു റിസൾട്ട് പറഞ്ഞിട്ടുള്ളത്. മഹാത്മാഗാന്ധിയാണ് ഇങ്ങനെ ഒരു ഉത്തരം പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പോ ഐത്തോച്ചാടനം എന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അല്ലെ. ഐത്തോച്ചാടനമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. അപ്പൊ ഐത്തോച്ചാടനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കേണ്ട കുറച്ച് കാര്യങ്ങളിൽ ഒന്ന്, 1923 നടന്ന കാക്കിനട സമ്മേളനത്തെ കുറിച്ചാണ്. കാക്കിനട സമ്മേളനം അല്ലെ. 1923 ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ കാക്കിനട സമ്മേളനത്തിൽ നമുക്കങ്ങ് തുടങ്ങാം. കാക്കിനട സമ്മേളനത്തിൽ തുടങ്ങുമ്പോൾ അവിടെ ഓർക്കേണ്ട ഒരു കാര്യം ഐത്തോച്ചാടന പ്രമേയം എന്നത് തന്നെയാണ്. ഐത്തോച്ചാടന പ്രമേയം അഥവാ അൺടച്ചബിലിറ്റി റെസല്യൂഷൻ എന്നത് തന്നെയാണ്. ഐത്തോച്ചാടന പ്രമേയം അഥവാ അൺടച്ചബിലിറ്റി റെസല്യൂഷൻ എന്നത് തന്നെയാണ്. ഐത്തോച്ചാടന പ്രമേയം അഥവാ അൺടച്ചബിലിറ്റി റെസല്യൂഷൻ നടപ്പിലാക്കിയത് അല്ലെങ്കിൽ അവതരിപ്പിച്ചത് TK മാധവനായിരുന്നു. TK മാധവൻ അല്ലെ. നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെയൊക്കെ ശക്തനായ നേതാവ് തന്നെയാണ് ആര്? TK മാധവൻ എന്ന് പറയുന്നത്. അങ്ങനെ 1923 കാക്കിനട സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിക്കുകയും അതിനുവേണ്ടി അഹോരാത്രം പ്രയത്നിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദേശീയ നേതാവാണ്, അല്ലെങ്കിൽ ഒരു ദേശീയ പ്രവർത്തകനാണ് ആര്? TK മാധവൻ എന്ന് പറയുന്നത്. ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചു. ഏത് സമ്മേളനത്തിൽ? കാക്കിനട സമ്മേളനത്തിലായിരുന്നു അവതരിപ്പിച്ചത്. അങ്ങനെ കാക്കിനട സമ്മേളനത്തിലെ ഐത്തോച്ചാടന പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന വൈക്കം ശിവക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള വഴികളിൽ, വൈക്കം ശിവക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള വഴികളിൽ അല്ലെ, വൈക്കം ശിവക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള വഴികളിലൂടെ നാനാജാതീയരായിട്ടുള്ള മനുഷ്യർക്കും പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത കലാപം അല്ലെ, ഇന്ത്യയിൽ നടന്ന അയിത്തത്തിനെതിരെ
ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത കലാപം എന്ന് പറയുന്നത് തന്നെ 1924 വൈക്കം സത്യാഗ്രഹമാണ്. ഓക്കെ, 1924 വൈക്കം സത്യാഗ്രഹമാണ്. അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം എന്ന നിലയിൽ തന്നെ നമുക്ക് ഇതിനെ പറയാം 1924 വൈക്കം സത്യാഗ്രഹം. അതായത് ഗാന്ധിജിയുടെ കേരളത്തിന്റെ രണ്ടാം സന്ദർശനം 1925 ഗാന്ധിജിയുടെ രണ്ടാം കേരള സന്ദർശനം നടക്കുന്നത് 1925 1925 ഗാന്ധിജി കേരളം സന്ദർശിക്കുന്നത് പോലും ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു? നമ്മുടെ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു. 1925 നമ്മുടെ മഹാത്മാഗാന്ധി കേരളം സന്ദർശിക്കുന്നത് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു. നോക്കി, അതായത് 1925 എത്തുമ്പോൾ വൈക്കം സത്യാഗ്രഹം തുടങ്ങി അല്ലെ. കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദപ്പണിക്കർ എന്ന 3 യുവാക്കൾ, പുലയ, ഇഴവ, നായർ സമുദായത്തിലെ 3 യുവാക്കൾ പരസ്പരം കൈകൾ കോർത്തുകൊണ്ട് വൈക്കം ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള വഴികളിൽ എന്താണ് തീണ്ടൽ ജാതിക്കാർക്ക് പ്രവേശനമില്ല എന്ന് എഴുതിയ ബോർഡുകൾ കടന്ന് ആ വഴിയിൽ പ്രവേശിച്ചുകൊണ്ടായിരുന്നു ഈ പറയുന്ന വൈക്കം സത്യാഗ്രഹത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. അങ്ങനെ 1924 മാർച്ച് 30 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. 1924 മാർച്ച് 30 ഈ പറയുന്ന വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. അങ്ങനെ സമരം വളരെ ശക്തമായി പോയി. ടി കെ മാധവനും കെ പി കേശവമേനോനെ പോലെയുള്ള വളരെ സമുന്നതരായിട്ടുണ്ടായിരുന്ന കേരളത്തിലെ ദേശീയ നേതാക്കളുടെ നേതൃത്വത്തിൽ ശക്തമായ സമരങ്ങൾ മുന്നോട്ട് പോയി. അതിനിടയ്ക്ക് 1925 എൻ കുമാരൻ തിരുവിതാംകൂർ നിയമസഭയിൽ ഇതിന്, അതായത് വൈക്കം ക്ഷേത്രത്തിലെ ചുറ്റുമുള്ള വഴികളിൽ അവർണ ഹിന്ദുക്കൾക്കും പ്രവേശനം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രമേയം അവതരിപ്പിക്കുകയുണ്ടായി. ഈ പ്രമേയത്തിൽ 22 എതിരെ 21 പ്രമേയം പരാജയപ്പെട്ടു. അതായത് നിയമസഭയിൽ ഇത് ചർച്ച ചെയ്തു. അതിൽ 21 പേര് പ്രവേശനം നടത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞപ്പോൾ 22 പേരും അതിനെ എതിർത്തു. അങ്ങനെ ഈ ഒരു പ്രമേയം പരാജയപ്പെട്ടു. ഇങ്ങനെ ഒരു ബില്ല് അവിടെ അവതരിപ്പിച്ചെങ്കിലും എൻ കുമാരൻ അവതരിപ്പിച്ച ബില്ല് അവിടെ പരാജയപ്പെടുകയുണ്ടായി. അങ്ങനെ ഒരു ഇൻസിഡന്റ് വളരെ പ്രധാനമായി നമുക്ക് കൺഫ്യൂഷൻ ആയിട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇനി വൈക്കം സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിരവധി ദേശീയ നേതാക്കളിൽ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ഇപ്പോ ആചാര്യ വിനോബ ഭാവെ പോലെയുള്ള ആൾ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വരുന്നു അല്ലെ. ഇ വി രാമസ്വാമി നായിക്കർ ഇവിടേക്ക് വരുന്നുണ്ട്, ശ്രദ്ധാനന്ദ വരുന്നുണ്ട്. നിരവധി ദേശീയ നേതാക്കൾ കേരളം സന്ദർശിക്കുന്നുണ്ട്. വൈക്കം സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇതിൽ പങ്കെടുത്തിട്ടുള്ള ദേശീയതല നേതാക്കളായി നമുക്ക് പറയാം. എന്തിന്? നമ്മുടെ ഗാന്ധിജി അടക്കം ഇവിടേക്ക് വന്നിരുന്നു എന്നറിയാം. ഇനി ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം 2 കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന്, അന്നത്തെ, അതായത് വൈക്കം സത്യാഗ്രഹം തുടങ്ങി പകുതിയാകുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരിയാകുന്നത് സേതു ലക്ഷ്മിഭായി ആയിരുന്നു. അങ്ങനെ സേതു ലക്ഷ്മിഭായിക്ക് നിവേദനം കൊടുക്കാനായിട്ടും അതേപോലെ തന്നെ സവർണ മേൽജാതിക്കാരുടെ പിന്തുണയുണ്ടെന്ന് അറിയിക്കുന്നതിനായി ഒരു സവർണ ജാഥ സംഘടിപ്പിക്കാനും ഗാന്ധിജി നിർദ്ദേശിക്കുന്നുണ്ട്. ഒരു നിവേദന സംഘം രൂപീകരിച്ച് നിവേദനം കൊടുക്കുന്നതിനും അതുപോലെ ഒരു സവർണ ജാഥ സംഘടിപ്പിക്കുന്നതിനും ഗാന്ധിജി നിർദ്ദേശം നൽകുന്നുണ്ട്. ഇതിലെ നിവേദന സംഘത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിവേദന സംഘത്തെ നയിച്ചത് ചങ്ങനാശ്ശേരി പരമേശ്വര പിള്ളയുടെ നേതൃത്വത്തിലാണ്. ചങ്ങനാശ്ശേരി പരമേശ്വര പിള്ളയുടെ നേതൃത്വത്തിലായിരുന്നു ഈ പറയുന്ന നിവേദന സംഘം ഉണ്ടായിരുന്നത്. ചങ്ങനാശ്ശേരി പരമേശ്വര പിള്ളയുടെ നേതൃത്വത്തിലായിരുന്നു എന്ത് നിവേദന സംഘം. അന്നത്തെ ഭരണാധികാരിയായിരുന്ന സേതു ലക്ഷ്മിഭായിയെ കണ്ടു. തിരുവിതാംകൂർ റീജന്റ് റാണി സേതു ലക്ഷ്മിഭായിയെ കണ്ടു. അങ്ങനെ 27,000 സവർണ ഹിന്ദുക്കൾ, 27,000 അന്നത്തെ സവർണ ഹിന്ദുക്കൾ ഒപ്പിട്ട നിവേദനം റാണിക്ക് സമർപ്പിച്ചു. 2 സവർണ ജാഥയാണ്. സവർണ ജാഥയിലേക്ക് വന്നാൽ 2 സവർണ ജാഥകളെയും ഓർക്കണം. ഒന്ന് 1924 നവംബർ 1 1924 നവംബർ 1 വൈക്കം മുതൽ തിരുവനന്തപുരം വരെ സവർണ ജാഥ നടത്തിയത് ആരായിരുന്നു? മന്നത്ത് പത്മനാഭനായിരുന്നു വൈക്കം മുതൽ തിരുവനന്തപുരം വരെ സവർണ ജാഥ നടത്തിയത്. അതേ സമയത്ത് തന്നെ നാഗർകോവിൽ മുതൽ
തിരുവനന്തപുരം വരെ സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരായിരുന്നു? എം ഇ നായിഡുവുമായിരുന്നു. ഈ സവർണ ജാഥകൾ എന്ന് പറയുന്നത് അല്ലെ, ഐക്യദാർഢ്യം, അങ്ങനെ ഈ രണ്ട് ജാഥകളും തിരുവനന്തപുരത്ത് എത്തുകയും റീജന്റ് റാണി സേതുലക്ഷ്മി ഭായിക്ക് അവരും എന്ത് കൊടുക്കുന്നുണ്ട്? നിവേദന സംഘം കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിവേദനം കൊടുക്കുന്നുണ്ട്. അത് വളരെ ഈ വരുന്ന വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ടതാണ്. ഇനി ഇതിൽ ശ്രീനാരായണ ഗുരുവിന്റെ സാന്നിധ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവിന്റെ സാന്നിധ്യം അല്ലെ, ശ്രീനാരായണ ഗുരു എന്താ പ്രാധാന്യം? നമുക്കറിയാം, കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവാണ്. അദ്ദേഹം സത്യാഗ്രഹ ക്യാമ്പായി അദ്ദേഹത്തിന്റെ വെല്ലൂർ മഠം അദ്ദേഹം വിട്ടുകൊടുത്തു, സത്യാഗ്രഹ ക്യാമ്പായി. അതുപോലെ ഈ പറയുന്ന സത്യാഗ്രഹത്തിൽ ഐക്യദാർഢ്യം അവതരിപ്പിച്ചുകൊണ്ട് പങ്കെടുത്ത അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ് സ്വാമി സത്യവ്രതൻ, അതുപോലെ തന്നെ കോട്ടുകോയിക്കൽ വേലായുധനും. ഇതും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു പോയിന്റാണ്, കോട്ടുകോയിക്കൽ വേലായുധൻ എന്നിവർ. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് വൈക്കം സത്യാഗ്രഹത്തിന്റെ ഒരു പ്രധാന 603 ദിവസങ്ങളായിരുന്നു ഈ പറയുന്ന വൈക്കം സത്യാഗ്രഹം അരങ്ങേറിയത്. ഒടുവിൽ സേതുലക്ഷ്മി ഭായിയും അതേപോലെ തന്നെ പിറ്റുമായും കമ്മീഷണർ പിറ്റുമായുമുള്ള ചർച്ചയെ തുടർന്ന് കിഴക്കേ നട ഒഴികെയുള്ള വഴികൾ എല്ലാവിധ ജാതിക്കാർക്കുമായി തുറന്നു കൊടുക്കപ്പെട്ടു. അങ്ങനെ പിന്നീട് എന്ത് ചെയ്തു? ഈ പറയുന്ന വൈക്കം സത്യാഗ്രഹം അവസാനിപ്പിച്ചു. ഇതാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, യോഗക്ഷേമ സഭയെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. ഹൂ ഈസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് യോഗക്ഷേമ സഭ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യോഗക്ഷേമ സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വി ടി ഭട്ടതിരിപ്പാട്, മന്നത്ത് പത്മനാഭപിള്ള, ദേശമംഗലത്ത് ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന DS നമ്പൂതിരിപ്പാട്, ഡോക്ടർ പൽപു. യോഗക്ഷേമ സഭയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. ആദ്യത്തെ അധ്യക്ഷൻ ആര് എന്നാണ് ചോദിക്കുന്നത്. യോഗക്ഷേമ സഭയുടെ ആദ്യ അധ്യക്ഷൻ ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ അധ്യക്ഷൻ ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം അറിയോ? നമുക്ക് ഉത്തരം എങ്ങോട്ടേക്ക് പോകാനായിരിക്കും ടെൻഡൻസി കൂടുക? വി ടി ഭട്ടതിരിപ്പാടിലേക്ക് ഓടാനായിരിക്കും അല്ലെ. യോഗക്ഷേമ സഭ എന്ന് പറയുമ്പോൾ ബ്രാഹ്മണ സമുദായവുമായിട്ടൊക്കെ വളരെ ബന്ധമുണ്ടായതുകൊണ്ട് നമുക്ക് വി ടിയിലേക്ക് പോവാം. വി ടിയുടെ പങ്കാളിത്തവും ഇതിനകത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്, നമുക്കറിയാം. പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം, ഹൂ ഈസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് യോഗക്ഷേമ സഭ, യോഗക്ഷേമ സഭയുടെ ആദ്യത്തെ അധ്യക്ഷൻ ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ ചോദിച്ച പരീക്ഷയുടെ ചോദ്യം കേട്ടോ, HSCയുടെ തന്നെ ചോദ്യമാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. ദേശമംഗലത്ത് ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് ശരിയായ ഉത്തരം. ദേശമംഗലത്ത് ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ യോഗക്ഷേമ സഭ എന്ന് പറയുന്നതും നല്ല ഒരു ചോദ്യം വന്നിട്ടുണ്ട് കുറേ പരീക്ഷയിൽ. HSCയുടെ കുറേ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള മറ്റൊരാളാണ് യോഗക്ഷേമ സഭ എന്ന് പറയുന്നത്. യോഗക്ഷേമ സഭ എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു പോയിന്റ് ആണ്. 1908 ഇത് രൂപീകരിച്ചത്. ഇതിന്റെ ആദ്യ സമ്മേളനം നടന്നത് ആലുവയിൽ വെച്ചിട്ടാണ്. ഇതിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് ആലുവയിൽ വെച്ചാണ്. 1908 ഇത് രൂപീകരിച്ച ആദ്യ സമ്മേളനം നടക്കുന്നത് ആലുവയിൽ വെച്ചാണ്. ഇതിന്റെ മുദ്രാവാക്യം തന്നെ എന്താണ്? നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നതായിരുന്നു ഇതിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. ഇതിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നാണ്. എന്നായിരുന്നു ഇതിന്റെ മുദ്രാവാക്യമായി പറയുന്നത്. ഇതിന്റെ ആദ്യത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് എന്നതിൽ ഒരു സംശയവും വേണ്ട, തെറ്റിച്ച് കളയരുത്. ഇതിന്റെ മുഖപത്രമായിരുന്നത് യോഗക്ഷേമ സഭയുടെ മുഖപത്രമായിരുന്നത് മംഗളോദയമാണ്. മംഗളോദയമായിരുന്നു ഇതിന്റെ മുഖപത്രമായി കണക്കാക്കുന്നത്. മംഗളോദയമായിരുന്നു മുഖപത്രം. ഈ മംഗളോദയത്തിന്റെ ആദ്യ എഡിറ്റർ ആയിരുന്നത് നിങ്ങൾക്കൊക്കെ അറിയുന്ന ആളാണ്. ഇതിന്റെ ആദ്യ എഡിറ്റർ എന്ന് പറയുന്നത് നമ്മളുടെ ചെങ്ങമ്പുഴയായിരുന്നു. ചങ്ങമ്പുഴയായിരുന്നു ഇതിന്റെ ആദ്യത്തെ എഡിറ്റർ എന്ന് പറയുന്നത്. ചെങ്ങമ്പുഴയായിരുന്നു മംഗളോദയത്തിന്റെ ആദ്യത്തെ എഡിറ്റർ എന്ന് പറയുന്നത്. ചങ്ങമ്പുഴയാണ്. ഇനി നോക്കൂ, ഉണ്ണി നമ്പൂതിരി അതുപോലെ തന്നെ യോഗക്ഷേമം
ഉണ്ണി നമ്പൂതിരി, യോഗക്ഷേമം എന്നിവ യോഗക്ഷേമ സഭ പുറത്തിറക്കിയ രണ്ട് പ്രധാനപ്പെട്ട മാസികകളാണ്. അതിന്റെ യുവജന സംഘടന അല്ലെങ്കിൽ ഒരു യുവജന പ്രസ്ഥാനം എന്ന നിലയിൽ അതിന്റെ യുവജന സംഘടന പുറത്തിറക്കിയ മാസികയാണ് ഉണ്ണി നമ്പൂതിരി എന്ന് പറയുന്നത്. അതിന് വ്യക്തമായി മേൽനോട്ടം വഹിച്ച ഒരാളാണ് ആര്? VT ഭട്ടതിരിപ്പാട്. യോഗക്ഷേമ സഭയുടെ പ്രധാന പ്രവർത്തകരിൽ ഒരാളായിരുന്നു ആര്? VT ഭട്ടതിരിപ്പാട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി PSCയുടെ ചോദ്യപ്രകാരം യോഗക്ഷേമ സഭയുടെ സ്ഥാപകൻ എന്ന നിലയിൽ നമ്മൾ പഠിക്കുന്നത് VT ഭട്ടതിരിപ്പാടിനെ ചോദിച്ചിട്ടുണ്ട്. PSCയുടെ ചില ഉത്തര സൂചികകളിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇതിന്റെ സ്ഥാപകൻ എന്ന നിലയിൽ ആരെ പറഞ്ഞിട്ടുണ്ട്? VT ഭട്ടതിരിപ്പാടിനെ പറയുന്നുണ്ട്. അത് PSCയുടെ ആൻസർ കീ പ്രകാരമാണ്, ശരിയായതല്ല. അതിന്റെ വളരെ സജീവമായ പ്രവർത്തകനും അതിന്റെ നേതൃത്വ നിരയിൽ വന്നിട്ടുള്ള പ്രവർത്തനമാണ്. പക്ഷേ PSCയുടെ ചോദ്യപ്രകാരം യോഗക്ഷേമ സഭയുടെ സ്ഥാപകൻ എന്ന നിലയിൽ ചില ചോദ്യ പേപ്പറുകളിൽ ആരെ തന്നിട്ടുണ്ട്? നമ്മുടെ VT ഭട്ടതിരിപ്പാടിനെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി VTയിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കൂ, 1919 VTയുടെ നേതൃത്വത്തിൽ നമ്പൂതിരി യുവജന സംഘം എന്ന സംഘടന രൂപീകരിച്ചു. നമ്പൂതിരി യുവജന സംഘം എന്ന സംഘടന രൂപീകരിച്ചു. 1919 നമ്പൂതിരി യുവജന സംഘം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ആരുടെ നേതൃത്വത്തിൽ? VTയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചു. 1933 പേരമംഗലം സമ്മേളനത്തിൽ യോഗക്ഷേമ സഭ വിധവ പുനർവിവാഹ പ്രമേയം പാസാക്കി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പുനർവിവാഹ പ്രമേയം പാസാക്കി. എവിടെ? 1933 പേരമംഗലം സമ്മേളനത്തിൽ വെച്ച് യോഗക്ഷേമ സഭ വിധവ പുനർവിവാഹ നിയമം പാസാക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്ന മറ്റ് കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്, അന്തർജന സമാജം, അല്ലെ? അന്തർജന സമാജമുണ്ട്. അന്തർജന സമാജം, ബഹുമത സമൂഹം എന്നിവയുടെ സ്ഥാപകൻ എന്ന് പറയുന്നത് ആര് തന്നെയാണ്? VT ആണ്. ഓക്കെ, അന്തർജന സമാജവും ബഹുവചന സമൂഹം എന്നിങ്ങനെയുള്ള സംഘടനകളുടെ സ്ഥാപകൻ എന്ന് പറയുന്നത് ആര് തന്നെയാണ്? VT തന്നെയാണ് എന്നത് ഓർത്തിരിക്കാവുന്ന പോയിന്റ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാമെങ്കിൽ നോക്കൂ, ഹൂ ഈസ് ദ റൂളർ ഓഫ് ട്രാവൻകൂർ അറ്റ് ദ ടൈം ഓഫ് ചാന്നാർ അജിറ്റേഷൻ എന്ന് ചോദിച്ചിരിക്കുന്നു. ചാന്നാർ ലഹളയുടെ സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചാന്നാർ ലഹള സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ചോദ്യമാണ്, ഉത്തരം പറയൂ. ചാന്നാർ ലഹള സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി എന്ന് പറയുന്നത് ആരായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഉത്രം തിരുനാളാണ്. തെറ്റിക്കരുത്. ഓക്കെ, ഉത്രം തിരുനാളാണ്. ചാന്നാർ ലഹള സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി എന്ന് പറയുന്നത് ആരായിരുന്നു? ഉത്രം തിരുനാളായിരുന്നു എന്ന് ഓർത്തിരിക്കുക. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭം എന്ന നിലയിൽ വളരെ പ്രസിദ്ധമായ ഇൻസിഡന്റ് ആണ് ചാന്നാർ ലഹള എന്ന് പറയുന്നത്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭം എന്ന നിലയിൽ വളരെ പ്രസിദ്ധമായ ഒരു സംഭവമായിരുന്നു ചാന്നാർ ലഹള എന്ന് പറയുന്നത്. ഇതിനെ മേൽമുണ്ട് സമരം എന്നും നമ്മൾ വിളിക്കാറുണ്ട്, അല്ലെ? മേൽമുണ്ട് സമരം എന്ന് നമ്മൾ വിളിക്കുന്നത് ഈ പറയുന്ന ചാന്നാർ ലഹളയെ തന്നെയാണ്. മേൽമുണ്ട് സമരം എന്ന് നമ്മൾ വിളിക്കുന്നത് ഈ പറയുന്ന ചാന്നാർ ലഹളയെ തന്നെയാണ്, അല്ലെ? ചാന്നാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തിരുവിതാംകൂറിൽ 1859 നടന്ന ഒരു ഇൻസിഡന്റ് ആണ് ഇത്, ഈ ചാന്നാർ ലഹള എന്ന് പറയുന്നത്, അല്ലെ? തിരുവിതാംകൂറിലെ ചാന്നാർ വിഭാഗത്തിലുള്ള സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അവകാശം ചോദിച്ചുകൊണ്ട് നടന്ന വളരെ പ്രസിദ്ധമായ ഒരു പ്രക്ഷോഭമായിരുന്നു ഇത് ചാന്നാർ ലഹള എന്ന് പറയുന്നത്. സമൂഹത്തിലെ സവർണ ജാതി സ്ത്രീകൾ ഉള്ളതുപോലെ തന്നെ വസ്ത്രം ധരിക്കാനുള്ള അവകാശം സ്ഥാനാർത്ഥികൾക്കും ഉണ്ട് എന്ന് വാദിച്ചുകൊണ്ട് നടന്ന പ്രക്ഷോഭമായിരുന്നു ചാന്നാർ ലഹള എന്ന് പറയുന്നത്. 1822 മേൽമുണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത് 1822 മേൽമുണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത് വൈകുണ്ഠസ്വാമിയാണ്, അല്ലെ?
വൈകുണ്ഠസ്വാമിയാണ് ഈ മേൽമുണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത്. വൈകുണ്ഠസ്വാമിയായിരുന്നു മേൽമുണ്ട് സമരത്തിന് നേതൃത്വം നൽകിയ പ്രധാന വ്യക്തി എന്ന് പറയുന്നത്. വൈകുണ്ഠസ്വാമിയുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂറിൽ നടത്തിയ മേൽമുണ്ട് സമരം 1859 ചാന്നാർ ലഹളയ്ക്ക് ഏറ്റവും അധികം പ്രചോദനം നൽകിയത് കൊണ്ടാണ് ഈ ചാന്നാർ ലഹളയെ നമ്മൾ മേൽമുണ്ട് സമരം എന്ന നിലയിൽ കൂടി വിളിക്കാറുള്ളത്. അതായത് ഇതിന്റെ ഒരു തുടക്കക്കാരൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തുടക്കക്കാരനായ നവോത്ഥാന നായകൻ എന്ന് പറയുന്നത് വൈകുണ്ഠസ്വാമികളാണ്. അതായത് അന്ന് വൻതോതിൽ ചാന്നാർ സമുദായത്തിൽ നിന്നും ക്രൈസ്തവ മതത്തിലേക്ക് മതപരിവർത്തനം നടത്തപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്രൈസ്തവ മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്ത ചാന്നാർ സ്ത്രീകൾക്ക് സ്വന്തം കുപ്പായം കൊണ്ട് ശരീരം മറയ്ക്കാൻ അനുവാദം നൽകപ്പെട്ടു. അത് അനുവാദം നൽകിയ ദിവാനായിരുന്നു കേണൽ മൺറോ, അല്ലെ? കേണൽ മൺറോ അങ്ങനെ ക്രൈസ്തവ മതത്തിലേക്ക് വരുന്ന സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അനുവാദം നൽകിയ തിരുവിതാംകൂറിന്റെ ദിവാൻ കൂടിയായിരുന്ന ആളാണ് ആര്? കേണൽ മൺറോ എന്ന് പറയുന്നത്. അങ്ങനെ ചാന്നാർ ലഹള വളരെ പ്രസിദ്ധമായിട്ടുള്ള, തിരുവിതാംകൂറിന്റെ ചരിത്രത്തിൽ വളരെയധികം കൊള്ളക്കം സൃഷ്ടിച്ചിട്ടുള്ള വളരെ പ്രധാനമായ ഒരു ഇൻസിഡന്റ് ആയിരുന്നു ചാന്നാർ ലഹള എന്ന് പറയുന്നത്. അത് ഉത്രം തിരുനാളിന്റെ കാലഘട്ടത്തിലാണ് അതിന്റെ പാരമ്യം എന്ന് പറയുന്നത്. അപ്പൊ ഉത്രം തിരുനാളാണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം. ദ സിസ്റ്റം കാൾഡ് എ സ്കൂൾ അലോങ് വിത്ത് ഹെവറി ചർച്ച്. പള്ളിയോടൊപ്പം പള്ളിക്കൂടം. ഓക്കെ, അതാണ് അതിന്റെ മലയാളം. പള്ളിയോടൊപ്പം പള്ളിക്കൂടം. ഓക്കെ, പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന സങ്കല്പം ഇൻട്രൊഡ്യൂസ് ചെയ്ത നവോത്ഥാന നായകൻ. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായി PSC ചോദിക്കുന്ന മറ്റൊരു സംഭവം പിടിയേരി സമ്പ്രദായം തന്നെയാണ്. ഓക്കെ, പിടിയേരി സമ്പ്രദായം തന്നെയാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാന ചോദ്യം എന്ന് പറയുന്നത് പിടിയേരി സമ്പ്രദായം തന്നെയാണ്. ആരാണത്? യെസ്, കുര്യാക്കോസ്. ഓപ്ഷൻ കറക്റ്റ് ആൻസർ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇത് PSCയുടെ ആൻസർ കീ വെച്ചിട്ടുള്ള ചോദ്യമായിരുന്നു. ഓക്കെ, അപ്പൊ കറക്റ്റ് ആൻസർ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്ത്? ഓപ്ഷൻ ഡി ആണ്. പ്രത്യേകിച്ച് ഡൗട്ടുള്ള ചോദ്യമൊന്നും അല്ല, അതുകൊണ്ട് തന്നെ ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അപ്പോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. ഈ പിടിയേരി സമ്പ്രദായം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് വിദ്യാലയത്തിലേക്ക് സാധാരണ വിഭാഗത്തിലുള്ള കുട്ടികളെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം. അടിസ്ഥാനപരമായ പ്രശ്നത്തിൽ ഏറ്റവും അടിസ്ഥാനമായി അന്ന് കീഴ്ജാതിക്കാർ എന്ന് പറഞ്ഞിരുന്ന മനുഷ്യർക്ക് വേണ്ടുന്ന അടിസ്ഥാനപരമായ ആവശ്യം ഭക്ഷണം തന്നെയായിരുന്നു. ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കിട്ടാൻ സാധ്യതയുള്ള ഇടങ്ങൾ തേടി മനുഷ്യൻ അലഞ്ഞു നടന്ന നാളുകളിൽ കുട്ടികളെ സ്കൂളിൽ എത്തിക്കാൻ വേണ്ടി കുര്യാക്കോസ് അച്ഛൻ നടത്തിയ വളരെ തന്ത്രപരമായിട്ടുള്ള വളരെ ആധുനിക റേഷൻ സമ്പ്രദായത്തിന്റെ തന്നെ ഒരു തുടക്കം എന്ന നയമായിരുന്നു പിടിയേരി സമ്പ്രദായം. അതായത് നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം ഇടുമ്പോൾ ഇട്ടതിനു ശേഷം ഒരു പിടി മറ്റൊരു ഡപ്പയിലേക്ക് മാറ്റിയിടൂ. ഒരാഴ്ചയ്ക്ക് ശേഷം നിങ്ങൾ മാറ്റിയിട്ട അരി സ്കൂളിലേക്ക് പള്ളിയിലേക്ക് കൊണ്ടുതരൂ. അത് വെച്ച് കുട്ടികളുടെ വയറ് നിറയ്ക്കാം എന്നതായിരുന്നു ആ സങ്കല്പം. അങ്ങനെ പിടിയേരി സമ്പ്രദായത്തിന്റെ പ്രധാനപ്പെട്ട ആള് കൂനമ്മാവ് എന്ന് പറയുന്ന പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് ജനിച്ച് വളർന്ന് നല്ല രീതിയിലുള്ള ഒരു നവോത്ഥാന മൂല്യങ്ങൾ വിദ്യാഭ്യാസത്തിന്റെ അല്ലെ കേരളത്തിലെ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ശില്പി എന്ന നിലയിലൊക്കെ നമ്മൾ പറയുന്ന ആളാണ് ആര്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഉത്തരം നമ്മുടെ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഇവിടുത്തെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ദെൻ ഹു വാസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് SNDP യോഗം എന്ന് ചോദിച്ചിരിക്കുന്നു. SNDPയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആര് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. SNDPയുടെ പ്രസിഡന്റ് ആര് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ എന്ന് പറയുന്നത് ആര് തന്നെയാണ്? ശ്രീനാരായണ ഗുരു തന്നെയാണ്. SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ എന്ന് പറയുന്നത് തന്നെ ആര് തന്നെയാണ്? നമ്മുടെ ശ്രീനാരായണ ഗുരു തന്നെയാണ്. ഓക്കെ, ശ്രീനാരായണ ഗുരു തന്നെയാണ്. അപ്പോൾ അതിന്റെ ഉത്തരവ് ഓക്കെ, ഫസ്റ്റ് പ്രസിഡന്റ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു അല്ലെങ്കിൽ SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ എന്ന് പറയുന്നതും ആര് തന്നെയാണ്? ആജീവനാന്ത അധ്യക്ഷൻ എന്ന് പറയുന്നതും ആര് തന്നെയാണ്? ശ്രീനാരായണ ഗുരുവാണ്. അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് കൊല്ലമാണ്. വിവേകാനന്ദ സ്വാമിയിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡോക്ടർ പൽപ്പു ആണ് ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തെ കുറിച്ചുള്ള ആശയം നാരായണ ഗുരുവുമായി ചർച്ച ചെയ്തതും ഈ ഒരു സംഘടനയുടെ പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്യുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. SNDP യോഗത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്ന ആര് തന്നെയാണ്? ശ്രീനാരായണ ഗുരു തന്നെയാണ്. ഡോക്ടർ പൽപ്പുവും കുമാരനാശാനും ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ആജീവനാന്ത അധ്യക്ഷൻ ആര് തന്നെയാണ്? ശ്രീനാരായണ ഗുരു തന്നെയാണ്. ഓക്കെ, ശരി. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് കൂടെ ഒരു ചോദ്യം കൂടി നമുക്ക് നോക്കാം. നോക്കൂ,
വിച്ച് upheaval was held against American model proposed by ശ്രീ സി പി രാമസ്വാമി അയ്യർ. സി പി രാമസ്വാമി അയ്യരുടെ അമേരിക്കൻ മോഡൽ ഭരണത്തിനെതിരെ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട പ്രക്ഷോഭം. ഇന്ന് ഈ ഒരു യൂട്യൂബ് അവറിൽ നിങ്ങൾക്ക് മുന്നിൽ ഈ ഒരു പ്രക്ഷോഭത്തെക്കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ സാന്നിധ്യവും അദ്ദേഹം അനുഭവിച്ചിരുന്ന ത്യാഗോജ്വലമായ വേദനകളുടെ കഥകളുമൊക്കെ കഴിഞ്ഞ 1-2 ദിവസങ്ങളായി പത്രമാധ്യമങ്ങളിലൂടെ ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അല്ലെ. ആ സംഭവം തന്നെയാണ് അമേരിക്കൻ മോഡൽ ഭരണത്തിനും സാമ്രാജ്യത്വ വിരുദ്ധ നയങ്ങൾക്കുമെതിരെ ആലപ്പുഴ താലൂക്കിൽ നടന്നിട്ടുണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട പ്രക്ഷോഭങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു ഏത്? പുന്നപ്ര വയലാർ എന്ന് പറയുന്നത്. ഒരു സംശയവും വേണ്ട. ക്ലാസ്സിലൊക്കെ നമ്മൾ ഗംഭീരമായ കഥകളൊക്കെ പറഞ്ഞ് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖാക്കൾ അനുഭവിച്ച കൊടിയ പീഡനങ്ങളുടെ കഥയൊക്കെ പറഞ്ഞ് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ് ഇത്. അപ്പോ അമേരിക്കൻ മോഡൽ ഭരണത്തിനെതിരെ സി പി രാമസ്വാമി അയ്യരുടെ അമേരിക്കൻ മോഡൽ ഭരണത്തിനെതിരെ കേരളത്തിൽ നടന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രക്ഷോഭം എന്ന് പറയുന്നത് പുന്നപ്ര വയലാർ തന്നെയാണ്. പുന്നപ്ര വയലാർ സംഭവം തന്നെയായിരുന്നു അല്ലെ. സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തിനും അമേരിക്കൻ മോഡൽ ഭരണത്തിനുമെതിരെ 1946 തിരുവിതാംകൂറിൽ നടന്ന ഒരു പ്രക്ഷോഭമാണ് ഇത് പുന്നപ്ര വയലാർ സംഭവം എന്ന് പറയുന്നത്. അതായത് തിരുവിതാംകൂർ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ആലപ്പുഴ ജില്ലയിലാണ് സമരം നടക്കുന്നത്. പുന്നപ്ര വയലാർ മേഖലകളിലായിട്ടായിരുന്നു സമരം ശക്തി പ്രാപിച്ചത്. ഇതിനെ വിളിക്കുന്നത് തുലാം 10 സമരം എന്നുകൂടിയാണ്. തുലാം 10 സമരം എന്ന് അറിയപ്പെടുന്നതും എന്തിനെ തന്നെയാണ്? നമ്മളുടെ പുന്നപ്ര വയലാർ സമരത്തെയാണ് തുലാം 10 സമരം എന്നും അറിയപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായി നമുക്ക് കേൾക്കാനുള്ളത് കെ ശങ്കരനാരായണൻ തമ്പി. ഓക്കെ, ശങ്കരനാരായണൻ തമ്പി. ഓക്കെ, മലയാളത്തിൽ വേണ്ടവർ അങ്ങനെ തന്നെ ഓർത്തു വെക്കണേ. ഓക്കെ, എഴുതാനുള്ള സൗകര്യവും സമയം എളുപ്പം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇംഗ്ലീഷിൽ എഴുതുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ടി വി തോമസ്, ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ടി വി തോമസ് എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ പത്രോസ് എന്നത് ഏത് സമരവുമായി ബന്ധപ്പെട്ടതെന്നുള്ളത് വളരെ പ്രധാനമാണ്. പത്രോസ് ഉണ്ട്. അതുപോലെ തന്നെ സുഗതൻ. ഓക്കെ, സുഗതൻ എന്ന് പറയുന്നത് പുന്നപ്ര വയലാറുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു നേതാണ്. അതുപോലെ തന്നെ സി കെ കുമാരപ്പണിക്കർ അല്ലെ. വയലാർ സമരം നടക്കുമ്പോൾ സഖാവേ എന്ന് വിളിച്ച് എല്ലാവരും ആദര സൂചകമായി സംബോധന ചെയ്തിരുന്ന വളരെ പ്രസിദ്ധനായ ഒരു നേതാവാണ് സി കെ കുമാരപ്പണിക്കർ എന്ന് പറയുന്നത്. ഓക്കെ, വയലാർ സ്റ്റാലിൻ എന്ന പേരിലൊക്കെ അറിയപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു ആര്? സി കെ കുമാരപ്പണിക്കർ എന്ന് പറയുന്നത്. അങ്ങനെ ആലപ്പുഴ നഗരത്തിലെ വ്യവസായ തൊഴിലാളികൾ, പുന്നപ്രയിലെ മത്സ്യത്തൊഴിലാളികൾ, വയലാറിലെ കുടിയാന്മാർ തുടങ്ങിയവർ കമ്മ്യൂണിസ്റ്റുകളുടെ നേതൃത്വത്തിൽ ചേരുകയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ചേരുകയും രഹസ്യ ക്യാമ്പുകളിൽ സൈനിക പരിശീലനങ്ങൾ നടത്തുകയും സാമ്രാജ്യത്വ വിരുദ്ധത്തിനെതിരെ കുന്തവും മുനയും ആയുധവും തങ്ങളാൽ കഴിയുന്ന ആയുധങ്ങളിലും ഉപയോഗിച്ചുകൊണ്ട് ശക്തമായ പട്ടാളത്തിനും സി പിയുടെ പട്ടാള നേതൃത്വത്തിനുമെതിരെ നടന്ന ശക്തമായ കലാപങ്ങളായിരുന്നു ഇത് ഈ പുന്നപ്ര വയലാർ സമരം എന്ന് പറയുന്നത്. അമേരിക്കൻ മോഡൽ ഭരണം തിരുവിതാംകൂറിൽ നടപ്പിലാക്കാൻ ശ്രമിച്ച ദിവാനായിരുന്നു സി പി രാമസ്വാമി അയ്യർ എന്ന് പറയുന്നത്. ഇതിന്റെ മുദ്രാവാക്യവും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്ത്? അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്നതായിരുന്നു അതിന്റെ മുദ്രാവാക്യം. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്നതായിരുന്നു അതിന്റെ മുദ്രാവാക്യമായി പറയുന്നത്. ഇതിൽ പങ്കെടുത്ത പിൽക്കാലത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി കൂടിയായിരുന്ന ആളായിരുന്നു ആര്? നമ്മളുടെ സ്വന്തം വി എസ് അച്യുതാനന്ദനായിരുന്നു. പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത് പിൽക്കാലത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ വ്യക്തിയായിരുന്നു ആര്? വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ആലപ്പുഴയിലാണ് എന്ന് ഓർത്തിരിക്കുക. പുന്നപ്ര വയലാർ സമരത്തെ അടിസ്ഥാനമാക്കി കേശവദേവ് രചിച്ച ഒരു കൃതി PSCയിൽ ചോദിച്ചിട്ടുണ്ട്. കേശവദേവ് രചിച്ച ഒരു കൃതിയുണ്ട് പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി. അതാണ് ഉലക്ക. തകഴി ശിവശങ്കര പിള്ളയും ഒരു കൃതി രചിച്ചിട്ടുണ്ട്. അതാണ് തലയോട്. ഓക്കെ, കേശവദേവിൻ്റെത് ഉലക്കയും തലയോട് ആരുടെയാണ്? തകഴി ശിവശങ്കര പിള്ളയുടേതുമാണ്. ഓക്കെ, തകഴി ശിവശങ്കര പിള്ളയുടെ കൃതിയാണ് ഏത്? തലയോട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി
ഓക്കെ, അപ്പോൾ ഇത് വളരെ പ്രധാനമായും പുന്നപ്ര വയലാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റ് ആണ്. അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്ന അമേരിക്കൻ മോഡൽ ഭരണം, CPയുടെ അമേരിക്കൻ മോഡൽ ഭരണത്തിനെതിരെ നടന്നിട്ടുള്ള പ്രക്ഷോഭം എന്ന നിലയിൽ പുന്നപ്ര വയലാറിനെ നമുക്ക് പഠിക്കാം. ഇനി നോക്കൂ, ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് കേരള എന്ന് പറയുന്നത് ആരെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് കേരള എന്ന് പറയുന്നത് ആരെയാണ്? KP കേശവമേനോനെയാണ്. അതങ്ങനെ തന്നെ പഠിച്ചോളൂ. KP കേശവമേനോൻ. കുറേ കാര്യങ്ങളുണ്ട്, മാതൃഭൂമി പത്രവുമായി ബന്ധപ്പെട്ടുമൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പഠിക്കാറുണ്ട്. മലബാർ കലാപ കാലഘട്ടങ്ങളിൽ വളരെ സജീവമായിട്ടുണ്ടായിരുന്ന ആളാണ് KP കേശവമേനോൻ എന്നുള്ളത്. അപ്പോ അത് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് KP കേശവമേനോനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് പോകാനായിട്ട് ഉറപ്പായിട്ടും ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് കേരള എന്ന് പറയുന്നത് KP കേശവമേനോൻ ആയിരുന്നു. ഓക്കെ, കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആര് എന്നതാണ് മലയാളം. കേട്ടോ, സോറി, ഞാൻ ഇടയ്ക്ക് ഇംഗ്ലീഷ് പറയാൻ വിട്ടുപോയി. ഞാൻ എല്ലാ ചോദ്യത്തിലും പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്ന് പറയുന്നത് ആരാണ്? KP കേശവമേനോനാണ്. കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്ന് പറയുന്നത് KP കേശവമേനോനാണ്. ഒരു ചോദ്യം കൂടി നോക്കാം. നെയിം ഓഫ് ദ ലീഡർ ഓഫ് ദ റെനൈസൻസ് ഹൂ വാസ് ousted from his caste from the reason of attending the Ahmedabad Congress session of 1921. 1921 ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ അഹമ്മദാബാദ് സമ്മേളനത്തിൽ പങ്കെടുത്ത നവോത്ഥാന നായകൻ ആര്? ഇതാണ് ഈ ചോദ്യത്തിന്റെ ഒരു സാരാംശം, അല്ലെ? ഓക്കെ, ആരാണ്? 1921 അഹമ്മദാബാദ് സമ്മേളനത്തിൽ സ്ഥിരമായി കുറെ വട്ടം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ചോദ്യം ഒരുപാട് പരീക്ഷകളിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്, അല്ലെ? VT ഭട്ടതിരിപ്പാടാണ്. 1921 അഹമ്മദാബാദ് സമ്മേളനത്തിന് കുറെ പ്രത്യേകതകളുണ്ട്. 1921 അഹമ്മദാബാദ് സമ്മേളനത്തിന്റെ പ്രത്യേകതകൾ നോക്കിയാൽ നോക്കൂ, അധ്യക്ഷനായിരുന്നത് CR ദാസായിരുന്നു. CR ദാസായിരുന്നു അധ്യക്ഷൻ. പക്ഷെ എന്ത് സംഭവിച്ചു? നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അങ്ങനെ പ്രസിഡന്റ് ഇല്ലാത്ത സാഹചര്യത്തിൽ ആദ്യമായി ഇന്റർനാഷണൽ കോൺഗ്രസ് ആക്ടിംഗ് പ്രസിഡന്റിനെ അവതരിപ്പിച്ച സമ്മേളനമാണ് ഏത്? ആക്ടിംഗ് പ്രസിഡന്റിനെ അവതരിപ്പിച്ച സമ്മേളനമായിരുന്നു ഏത്? 1921 അഹമ്മദാബാദ് സമ്മേളനം. അങ്ങനെ വന്ന ആക്ടിംഗ് പ്രസിഡന്റാണ് ഹക്കീം അജ്മൽ ഖാൻ, അല്ലെ? ഹക്കീം അജ്മൽ ഖാൻ. ഓക്കെ, ഹക്കീം അജ്മൽ ഖാൻ ആണ് അതുമായി ബന്ധപ്പെട്ട് വരുന്ന ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ്. അതിൽ തന്നെയാണ് 1921 ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ അഹമ്മദാബാദ് സമ്മേളനത്തിൽ പങ്കെടുത്ത കേരളത്തിന്റെ നവോത്ഥാന നായകൻ എന്ന് പറയുന്നത് VT ഭട്ടതിരിപ്പാടാണ്. ഇന്റർനാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. 1920, 1921, 1922 ഈ കാലയളവാണ് ശരിക്കും നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വർഷം. ഈ 3 സമ്മേളനങ്ങളും ഓർത്തു വെച്ചോണം കേട്ടോ. ഉറപ്പായും നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് വരാറുള്ള ഒരു ചോദ്യമാണ്. അതേപോലെ 1916 ലക്നൗ, 1929 ലാഹോർ, 1931 കറാച്ചി, ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന സമ്മേളനങ്ങളാണ്. നിരന്തരമായി ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങൾ വരുന്ന സമ്മേളനങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതൊന്നും മറക്കരുത്. അതുപോലെ 1934 ബോംബെ സമ്മേളനം, 1938 ഹരിപുര സമ്മേളനം, 1939 ത്രിപുരി സമ്മേളനം, ഇതൊക്കെ കുറെ തവണ ചോദിച്ചിട്ടുള്ള ഇന്റർനാഷണൽ കോൺഗ്രസ് സമ്മേളനങ്ങളാണ്. ഒരു കാരണവശാലും ഇതൊന്നും മറന്നു പോകാതിരിക്കുക. ഓക്കെ, അത്യാവശ്യം കുറെ ചോദ്യ പേപ്പറുകൾ അതിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള കുറെ പോർഷൻസ് ആയിട്ടാണ് ഞാൻ ഇന്ന് ക്ലാസ്സിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് യൂസ് ആയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൃത്യമായി ഈ ഒരു പാറ്റേണിൽ റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക. അത്യാവശ്യം കുറേ പോയിന്റുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. ഞാനിത് എക്സ്ട്രാ പറഞ്ഞിട്ടുള്ളതും പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ അത്തരം ടോപ്പിക്കുകൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു സെഷൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സമയപരിമിതികളുണ്ട്, യൂട്യൂബിലൂടെ എനിക്ക് പറയുന്നതിനും പരിമിതികളുണ്ട്. എന്നാലും മാക്സിമം കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ കൂടുതൽ മനോഹരമായ റിവിഷൻ ക്ലാസ്സുകളും ഇത്തരം ക്ലാസ്സുകളുമായി നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം ഞാൻ പോകുന്നു. താങ്ക് യു.